ഹലോ നമസ്കാരം. ഈ അടുത്ത് ന്യൂസിലൻഡ് പാസാക്കിയ ഒരു നിയമം നിങ്ങൾ അറിഞ്ഞിരിക്കും എന്ന് വിചാരിക്കുന്നു. പ്രത്യേകിച്ച് കുടിയേറ്റ വകുപ്പാണ് ഈ നിയമം കൊണ്ടുവന്നത്. ഈ നിയമത്തിൽ പറയുന്നതനുസരിച്ച് പ്രത്യേകിച്ച് അംഗവൈകല്യം അല്ലെങ്കിൽ ബുദ്ധിവികാസം കുറഞ്ഞ കുട്ടികളുള്ള ഓട്ടിസമോ അല്ലെങ്കിൽ അതുപോലെ മെന്റലി ചലഞ്ചഡ് ആയിട്ടുള്ള കുട്ടികളുള്ളവർക്ക് ഇനി ആ കുട്ടികൾക്ക് ന്യൂസിലൻഡിലേക്ക് വിസ കിട്ടുന്നത് ബുദ്ധിമുട്ടായിരിക്കും. അത് സ്റ്റുഡന്റ് വിസ ആണെങ്കിലും വിസിറ്റ് വിസ ആണെങ്കിലും PR ആണെങ്കിലും അത് കിട്ടാൻ ബുദ്ധിമുട്ടായിരിക്കും. അത് പറയാൻ കാരണം നമുക്കറിയാം, ന്യൂസിലൻഡിലെ ഓസ്ട്രേലിയയിലേക്ക് സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ ബുദ്ധിവികാസമുള്ള പിള്ളേരുണ്ടെങ്കിൽ അവർക്ക് ബുദ്ധിവികാസം കുറഞ്ഞ പിള്ളേരുണ്ടെങ്കിൽ അവർക്ക് ഗവൺമെന്റ് പ്രത്യേകം പൈസ കൊടുത്ത് സപ്പോർട്ടിന് ആളെ വെച്ചാണ് പഠിപ്പിക്കുന്നത്. അപ്പോൾ അത് ഗവൺമെന്റിന് വലിയൊരു ബാധ്യതയാണ് എന്നുള്ളത് ഒരു കാരണവും. രണ്ടാമതായിട്ട് ഇങ്ങനെയുള്ള ഈ വിസിറ്റിംഗ് വിസയിലോ അല്ലെങ്കിൽ വർക്ക് വിസയിലോ വന്ന് ജോലി ചെയ്യുന്ന ആൾക്കാരുടെ കുട്ടികളാണ് ഇപ്പോൾ സാധാരണ ഉള്ള ആളുകളുടെ കുട്ടികളെക്കാൾ കൂടുതൽ. അപ്പോൾ വിദ്യാഭ്യാസ വകുപ്പിന് വലിയൊരു നഷ്ടമാണ് ഇപ്പോൾ ഈ വർക്ക് വിസയിൽ വന്നിട്ട്, PR ഇല്ലാതെ വർക്ക് വിസയിൽ വന്നിട്ട് ഇങ്ങനെ സ്കൂളുകളിൽ സപ്പോർട്ട് സർവീസോടുകൂടി പഠിക്കുന്ന ആളുകളുടെ മക്കൾക്ക് കൊടുക്കുന്ന ആ ചെലവ് അത് ഒഴിവാക്കാൻ ഗവൺമെന്റ് തീരുമാനിച്ചു. ഓസ്ട്രേലിയയിൽ നേരത്തെ തന്നെ ഒഴിവാക്കിയ ഒരു കാര്യമാണ്. ഓസ്ട്രേലിയയിലെ നല്ല ബുദ്ധിമുട്ടാണ് വിസ കിട്ടാൻ തന്നെ. ന്യൂസിലൻഡും ആ പാത പിന്തുടർന്ന് ഇപ്പോൾ വിസ കിട്ടാൻ നല്ല ബുദ്ധിമുട്ടാണെന്ന് റീസെന്റ് ആയിട്ട് അറിയിച്ചു. ഗൂഗിൾ ചെയ്താൽ നിങ്ങൾക്ക് അതിന്റെ ബാക്കി അപ്ഡേറ്റ്സ് അറിയാൻ വേണ്ടി പറ്റും. അപ്പോൾ ന്യൂസിലൻഡിലേക്ക് വരാൻ പ്ലാൻ ചെയ്യുന്നവർ ഒന്ന് ശ്രദ്ധിക്കുക. കുട്ടികൾക്ക് ഇങ്ങനെയുള്ള കുട്ടികൾക്ക് വിസ കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്.